വരട്ടെ. പ്രയാഗയുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മൂവിയാണ് ഒരു മുറേ വന്ന് പാർത്ത. ഈ പ്രയാഗനെ പല ആൾക്കാരും നാഗവല്ലി എന്നാണ് വിളിക്കുന്നത്. അതറിയോ? ആ ഒരു സൈഡ് റോഷൻ അറിയില്ല. റോഷന്റെ അടുത്ത് എടുക്കേണ്ടി വന്നിട്ടില്ല. കണ്ടോ, പ്രയാഗ മാറ്റം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും മനസ്സിലായി. നാഗവല്ലി വന്നോന്ന് ചോദിച്ചു. സ്കൂളിലൊക്കെ ഉള്ള പേരായിരുന്നു അത്, എനിക്ക് ഇരട്ട പേരായിരുന്നു. പക്ഷെ അത് തന്നെ ഞാൻ മലയാളത്തിൽ ഒരു മുറേ വന്ന് പാർത്തായി ചെയ്തു. പിസാസിൽ പിസാസായിരുന്നു. ഇതെല്ലാം കാരണം പിന്നെ ആ പേരൊരു സ്റ്റാമ്പ്ഡായി. ആ പേര് കേൾക്കും. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു ഒന്നുമില്ല, ഒരു സന്തോഷം ചിരിയൊക്കെയാണ്. നാഗവല്ലി എന്ന് വിളിക്കുന്നത് കണ്ട് റോഷൻ. നമുക്ക് ഇനി മുതൽ പ്രയാഗനെ നാഗവല്ലി എന്ന് വിളിച്ചാൽ റോഷൻ നാഗവല്ലിനെ നമുക്ക് പിന്നെ പ്രയാഗ കൊണ്ട് അനുഗമിപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. ഞാൻ മ്യൂസിക് ഇട്ട് തരാം. അയ്യോ സർ, അങ്ങനെ പറയരുത് സർ. റെഡി, 1 2 3 മ്യൂസിക്. இன்னைக்கு துர்காஷ்டமி. உன்னை கொன்னு உன் ரத்தத்தை குடிச்சு ஓங்காரம் நடத்திடுவேன். ഇതുപോലെ ഒരു നകുലേട്ടനാണ്. ഗംഗയെന്ന് വിളിക്കുന്നില്ല, അപ്പൊ ഞാൻ തന്നെ അങ്ങ് വിളിച്ചു ഭവിച്ച് ഞാൻ ചെയ്തു. വേണ്ട, ഈ സോറി ഒന്നും വേണ്ട സാർ. എന്താണ് സാർ സൃഷ്ടി, എന്തായിരുന്നു ആ വാക്ക്? അല്ല അതല്ല, അത് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിപരമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടി, ആ കുട്ടി എന്ത് സംഭവിക്കും? ആ കുട്ടിക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്തല്ല. ഇപ്പൊ റോഷൻ ഇപ്പൊ സിനിമയിലൊക്കെ തിളങ്ങി നിൽക്കുമ്പോൾ ആ കുട്ടി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചു പോയോ? ഇല്ലില്ല, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ആ കുട്ടി മലയാളിയല്ല. അപ്പൊ ഞാൻ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നുള്ളത് മൊത്തം അങ്ങ് വരെ എത്തുന്നു. ഇടയ്ക്ക് DVD കൊണ്ട് അയച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആനന്ദം കൊടുത്തായിരുന്നു. ആനന്ദം കൊടുത്തിരുന്നു. മുംബൈക്കാരിയല്ലേ? പ്യാർ, മൊഹബത്ത്, ഇഷ്ക് ഏത് വാക്കാ ഉപയോഗിക്കണം? ഇതെല്ലാം ഒരേ വാക്കുകൾ. ഇതൊന്നും ഉപയോഗിക്കാറില്ല. പ്യാർ ഹെ, മൊഹബത്ത്, ഇഷ്ക്, ഇതൊക്കെ അല്ലേ? എളുപ്പം ഹിന്ദിയൊക്കെ എനിക്കറിയാം കേട്ടാ. എനിക്കറിയില്ല സാർ, അതാണ് എന്നെ നോക്കിയത്. അതായത് ഇതിന് മൊഹബത്ത്, പ്യാർ